നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത് പ്രഭാത സന്ദേശം. നമ്മുടെ ജീവിതത്തിൽ ധാരാളം ആഗ്രഹങ്ങളും അതുപോലെ തന്നെ ആവശ്യങ്ങളും ഒക്കെയുണ്ട്. നിരവധി പ്രതിസന്ധികളുണ്ട്, നിരവധി വേദനകൾ, ഭാരങ്ങൾ, അനവധിയാകുന്നതായിരിക്കുന്ന ആവശ്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും നടക്കണമെന്നില്ല, സാക്ഷാത്കരിക്കണമെന്നില്ല. എന്നാൽ നമ്മൾ ദൈവവചനത്തിലേക്ക് അടുത്തു വരുമ്പോൾ 145 സങ്കീർത്തനം 19 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും, അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. ഇവിടെ നമ്മൾ കണ്ടൊരു കാര്യം, ആഗ്രഹം സാധിപ്പിക്കും, നടക്കും. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം സാധിപ്പിച്ചു കിട്ടും, അല്ലെങ്കിൽ നടക്കും. 2, നിലവിളിക്ക് മറുപടിയുണ്ട്, നിലവിളിക്ക് അവൻ വിടുതലുണ്ട് എന്നവിടെ കാണുവാൻ കഴിയുന്നു. അപ്പോൾ ഏതാഗ്രഹമാണ് നമുക്ക് ദൈവം സാധിപ്പിച്ചു തരുന്നത് എന്നത് ഏറെ പ്രശസ്തമാണ്. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിക്കണമെന്നില്ല. അത് ദൈവജനത്തിലേക്ക് വരുമ്പോൾ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ 1 യോഹന്നാൻ 5 അധ്യായത്തിൻ്റെ 14 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു: ദൈവ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ കർത്താവ് നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് കർത്താവിനോടുള്ള ധൈര്യമാകുന്നു. ആ വാക്യം കൂടെ കൂട്ടി ചേർത്ത് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കത്തില്ലെന്നാൽ നമ്മുടെ നല്ല ആഗ്രഹങ്ങൾ എന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ ഒന്നുകൂടെ എടുത്തു പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള നമ്മുടെ നല്ല ആഗ്രഹങ്ങൾ, അത് നാം അപേക്ഷിച്ചാൽ നമ്മുടെ കർത്താവ് നമ്മുടെ അപേക്ഷ കേട്ട് നമുക്ക് മറുപടി നൽകും എന്നുള്ളത് നമ്മുടെ കർത്താവിനോടുള്ള നമ്മുടെ ധൈര്യം കൂടിയാണ്, ഉറപ്പാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പം നമുക്ക് നല്ലൊരു ഉറപ്പ് ലഭിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവ ഇഷ്ടപ്രകാരം, ദൈവഹിതപ്രകാരമുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ നാം ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ അപേക്ഷ തള്ളിക്കളയാതെ നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിക്കുകയാണ്. അത് നമുക്ക് ദൈവത്തോടുള്ള വലിയ ധൈര്യമായി മാറുകയാണ്, വലിയ ഉറപ്പ് ലഭിക്കുകയാണ്, ഒരു വലിയ പ്രത്യാശ അല്ലെങ്കിൽ വലിയൊരാശ നമ്മളിൽ ലഭിക്കുകയാണ്. എന്ത്? നാം പ്രാർത്ഥിക്കുന്ന, നാം നിലവിളിക്കുന്ന, നാം അപേക്ഷിക്കുന്ന വിഷയങ്ങളൊക്കെ അത് സാധിപ്പിച്ചു തരും എന്നൊരു ഉറപ്പ്, ഒരു വിശ്വാസം നമ്മളിൽ അവിടെ കടന്നു വരികയാണ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ കടന്നുകൂടിയ അനേകം നിരാശകളുണ്ട്, അവിശ്വാസമുണ്ട്. എന്തിനാൽ നമ്മുടെ പല ആഗ്രഹങ്ങളും നമ്മൾ പലരോടും പറയാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട് എന്നത് ശരിയാണ്. എന്നാൽ അതിനപ്പുറത്തായിട്ട് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ ദൈവത്തോട് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. എന്ത്? ഞാൻ ചോദിക്കുന്ന വിഷയം, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വിഷയം, അത് ദൈവഹിതപ്രകാരമുള്ളതാണോ, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ളതാണോ എന്നത് ഏറെ
ആമേന് അറിയേണ്ട കാര്യം കൂടിയാണ്. ചില വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നാളുകൾ പ്രാർത്ഥിക്കും, ചില വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുന്നില്ല. എന്നാൽ ചില വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുന്നു എന്നുള്ളത് ചില ആശ്വാസം നൽകുന്നുവെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചില വേദനകളുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നത് പറയുന്നത് നടക്കുന്നില്ല. എന്നാൽ ഈ ദിവസങ്ങളിൽ ആമേൻ നമുക്ക് ദൈവത്തോട് അടുത്തു വരാം, വളരെ ധൈര്യത്തോടെ അടുത്തു വരാം. നമുക്ക് നല്ലൊരു ഉറപ്പുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരും എന്നുള്ളത്. ദൈവത്തോടുള്ള ധൈര്യമാണ്, കർത്താവിനോട് ധൈര്യമാണ് നമുക്ക് കേൾപ്പാൻ കഴിഞ്ഞല്ലോ. ഈ പകലിൽ ആമേൻ വളരെ ധൈര്യത്തോടെ ഉറപ്പോടെ മുന്നോട്ട് പോകാം. എൻ്റെ പ്രാർത്ഥന വിഷയങ്ങളിൽ ദൈവം എനിക്ക് മറുപടി തരും, ദൈവം എന്നെ സഹായിക്കുമെന്നുള്ളത് വളരെ ധൈര്യം നൽകുന്നു. ആകയാൽ വളരെ ധൈര്യത്തോടെ മുന്നോട്ട് പോകാം. പ്രാർത്ഥന വിടാതെ, നിലവിളി കുറയാതെ, അഭയാചനകൾ കുറയാതെ മുന്നോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. നല്ല പകൽ, നല്ല അനുഗ്രഹങ്ങൾ ഈ ദിവസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.